ഇപ്പോൾ ടി സിദ്ദീഖ് എം.എൽ.എ മാധ്യമങ്ങളെ കാണുന്നു. ബന്ധപ്പെട്ടതായ സാമ്പത്തിക ഇടപാടോ മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ വിജയേട്ടനുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അതുകൊണ്ട് ഈ മരണത്തിൽ, സങ്കടകരമായ മരണത്തിൽ, വിജയേട്ടൻ മാത്രമല്ല വിജയേട്ടന്റെ മകനും നമ്മെ വിട്ടുപോവുകയുണ്ടായി. വിജയേട്ടൻ മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള പിൻ പോയിന്റ് നടത്താമായിരുന്നു. അപ്പൊ ഇതിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. ആ സാധ്യതയെക്കുറിച്ച് പൂർണ്ണ വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. പോലീസ് എല്ലാം പരിശോധിക്കട്ടെ. പോലീസ് അന്വേഷണവുമായി പാർട്ടി സമ്പൂർണമായി സഹകരിക്കും. പോലീസ് രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വത്തിലേക്കും മറ്റും നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയും പാർട്ടി ആലോചിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് എം.എൽ.എ നിങ്ങളോട് സംസാരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയുടെ ദാരുണ മരണത്തിന് ശേഷം ചില ചാനലുകളും ഇപ്പൊ CPM-ഉം ഐസിക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? യാതൊരു അടിസ്ഥാനവുമില്ല. എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു എഗ്രിമെന്റ് ചിലര് പ്രചരിപ്പിക്കുന്നതായിട്ട് അറിഞ്ഞു. ആ എഗ്രിമെന്റിൽ IC ബാലകൃഷ്ണൻ ഒരു കക്ഷിയായിട്ടോ സാക്ഷിയായിട്ടോ ഒപ്പിട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് എന്ത് ലീഗൽ, പൊളിറ്റിക്കൽ, മോറൽ ലയബിലിറ്റി അദ്ദേഹത്തിൽ ഉന്നയിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു എവിഡൻസിന്റെ പീസെങ്കിലും ഉണ്ടോ? സിദ്ദീഖ് പറഞ്ഞ പോലെ CPM-നെ അവര് പെട്ടിട്ടുള്ള ചില ഉരാക്കുടുക്കുകളിൽ നിന്ന് അവരുടെ അണികളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കണം, മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കണം. അതിലൊന്നാണ് പെരിയ കൊലക്കേസില് CBI കോടതിയുടെ വിധി. ശിക്ഷ ഇനി വരാൻ പോവുകയാണ്. 2, നവീൻ ബാബുവിന്റെ മരണം. ആരുടെ പക്ഷത്താണ് CPM നിൽക്കുന്നത്? നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ പ്രതിക്ക് ജാമ്യം കിട്ടി പ്രതിയെ ജയിലിൽ നിറക്കാൻ പോയത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ. തികഞ്ഞ ഇരട്ടത്താപ്പാണ് CPM സ്വീകരിക്കുന്നത്. ഇപ്പൊ സഹകരണ മേഖല എടുത്താൽ നമുക്കറിയാം, ഏറ്റവും അടുത്ത കാലത്ത് നടന്ന കൃത്യമായ സഹകരണ രംഗത്തെ പാളിച്ച കൊണ്ട്, പരാജയം കൊണ്ട് ഒരു സഹകാരി ആത്മഹത്യ ചെയ്ത് ഇടുക്കിയിലെ കട്ടപ്പനയിലാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പെന്താ? കട്ടപ്പനയിൽ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പൈസ ഭാര്യയുടെ ചികിത്സാ ചെലവിന് വേണ്ടി ഒരു 2 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ നിക്ഷേപമുള്ള വ്യക്തിക്ക് ഒരു 2 ലക്ഷം രൂപ അതിൽ നിന്ന് കിട്ടണം എന്ന അഭ്യർത്ഥനയാണ് നിരസിച്ചത്. അദ്ദേഹത്തെയാണ് കയ്യേറ്റം ചെയ്തത്. ആ നിരാശയിലാണ് സാബു തോമസ് കൃത്യമായ ആത്മഹത്യ കുറിപ്പെഴുതി അദ്ദേഹം ജീവൻ അവസാനിപ്പിച്ചത്. CPM-ന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം സജീവമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഞങ്ങൾ പത്രങ്ങളിൽ നിന്ന് വായിച്ച, അതൊരു എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്താ, എന്താണ് 12 തവണ സജി സഹാവേ സഹാവേ പ്രിയ സഹാവേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കേസ്, അദ്ദേഹത്തിന്റെ ന്യായം, അദ്ദേഹത്തിന്റെ നിസ്സഹായത വിവരിക്കാനാണ് വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ടി സിദ്ദീഖ് MLA അടക്കമുള്ള ആളുകൾ വിശദീകരിക്കുന്നത്.